ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 9 ഞാനിന്ന് എടുക്കുന്നത്. ദയവായി എല്ലാവരും എൻ്റെ കൂടെ ഏറ്റി ചൊല്ലുക, എന്നിട്ട് സെപ്പറേറ്റ് എല്ലാവർക്കും ചൊല്ലാൻ പറ്റും. 3 പ്രാവശ്യമാണ് ഏത് കാര്യവും നമ്മൾ ചൊല്ലേണ്ടത്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് സത്യം 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 എന്ന്, അങ്ങനെ 3 പ്രാവശ്യം പറയാറുണ്ട്. അത് പരമസത്യമാകുന്ന കാര്യങ്ങൾ അങ്ങനെ 3 പ്രാവശ്യം പറയുന്നതാണ് സാധാരണ ശാസ്ത്രങ്ങളിലെ അടിസ്ഥാനം. സോ ശ്ലോകവും നമ്മൾ 3 പ്രാവശ്യം ചൊല്ലാറുണ്ട്. അപ്പോൾ ഇത് ഭഗവാന്റെ വാണിയാണ്, ഭഗവാൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സോ നമുക്ക് ഏറ്റുചൊല്ലാം. ഓക്കെ. സുഹൃൻ മിത്രാരുദാസീന മധ്യസ്ഥ ദേശബന്ധുഷു സാധുഷ്വാപി ച പാപേഷു സമബുദ്ധിർവിവിശ്യതേ. സുഹൃദൻ മിത്രാരുദാസീന മധ്യസ്ഥേഷ ബന്ധുഷു സാധുഷ്വാപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃദൻ മിത്രാരുദാസീന സുഹൃദൻ മിത്രാരുദാസീന മധ്യസ്ഥ ദേശബന്ധുഷു എന്ന് പറഞ്ഞാല് സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, അതായത് യുദ്ധം ചെയ്യുന്നവരുടെ ഇടനിലക്കാരനായി നിൽക്കുന്ന ആൾ, ദ്വേഷൻ, ബന്ധു എന്നിവരിലും, സാധുഷു അഭി സജ്ജനങ്ങളിലും, പാപേഷു പാപികളിലും, സമബുദ്ധി സമബുദ്ധിയുള്ളവൻ, വിശിഷ്യതേ വിശിഷ്ടനാകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പർപ്പട്ടിൽ വേർഡ് മീനിങ്. അപ്പോൾ വിവർത്തനം ഒന്നുകൂടെ ഞാൻ വായിക്കാം. അതിന് മുന്നേ ശ്ലോകം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 9. സുഹൃതൻ മിത്യാരുദാസീന മധ്യസ്ഥ ദേശബന്ധുഷു സാധുഷ്വാപി ചാപേഷു സമബുദ്ധിർവിശിഷ്യതേ. അതിന്റെ വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് പറയുന്നത്, സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. കഴിഞ്ഞ ശ്ലോകത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന എന്തെന്നാല്, അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, സാധാരണ ഒരു യോഗി, ഭക്തി യോഗി എപ്രകാരമായിരിക്കും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നടക്കുക, അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ഗ്രഹിച്ചവർ എല്ലാവരെയും സമഭാവനയോടെ കാണുന്നു. സാധാരണ നമുക്ക് വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു വരുന്ന ജ്ഞാനികൾ പോലും എല്ലാവരെയും സമഭാവനയോടെ കാണില്ല. എന്നാൽ ഭഗവാനെ പറ്റി അറിയാവുന്നവർ, അല്ലെങ്കിൽ ഭഗവാന്റെ
ഭഗവത്ഗീതയും ഭാഗവതവും മനസ്സിലാക്കിയ ഒരാള് എല്ലാരെയും സമഭാവനയോടെ കാണുന്നു. അതാണ് പണ്ഡിത സമദർശന എന്ന് പറയുന്നത്. അതായത് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വരീയ ചൈതന്യത്തെ തിരിച്ചറിയും, അല്ലെങ്കിൽ മനസ്സിലാക്കും. അപ്പോൾ ഒരു നായയായാലും ആനയായാലും പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും അവരുടെ എല്ലാം ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. സാധാരണ ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാല് ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ശ്ലോകം 10. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാഗീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹ. അതായത് ഇവിടെ പറയുന്നത് ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് നമുക്ക് ഭഗവാൻ വേദങ്ങൾ തന്നിട്ടുണ്ട്. ബ്രഹ്മാവിലൂടെ വ്യാസദേവനിലൂടെ നമുക്ക് വേദങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു വേദത്തെ 4ആയിട്ട് വേദം വിഹിതം ആക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ വീതിച്ചിരിക്കുന്നു. ആദ്യം ഒരൊറ്റ വേദമാണ് ഉണ്ടായിരുന്നത്. വ്യാസദേവൻ കലിയുഗത്തിലെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കലിയുഗത്തിലെ ആൾക്കാരുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഒന്നായിട്ടിരുന്ന വേദത്തെ 4 വേദങ്ങളാക്കി. എന്തിനെന്ന് ചോദിച്ചാല് സാധാരണ കുട്ടികൾ LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് ഗുണന പട്ടികയോ മറ്റുള്ള വലിയ വലിയ കാര്യങ്ങളോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോ എന്നാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതാൻ പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും, ചെയ്യാൻ പറ്റും. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും, ചെയ്യാൻ പറ്റും. അപ്പോ ബുദ്ധിയുടെ ലെവൽ അനുസരിച്ചിട്ടാണ് വേദങ്ങളെയും ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും നല്ല ബുദ്ധി കൂടിയ ആൾക്കാർക്ക് സാമവേദം പഠിച്ചിട്ട് അതിലൂടെ മോക്ഷം നേടാം. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങളിലൂടെയാണ് ഒരാൾക്ക് മോക്ഷം നേടാനാവുക. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാല് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം പാലിക്കുക. അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ അർത്ഥം നേടാൻ സാധിക്കും. അർത്ഥം കിട്ടുക എന്ന് പറഞ്ഞാല് ഏണിങ് മണി, പണം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കാമ എന്ന് പറഞ്ഞാല് ആഗ്രഹങ്ങൾ സാധിക്കുക. അത് കഴിഞ്ഞാൽ മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെ വേണം ഒരു മനുഷ്യൻ ജീവിക്കാൻ. അതിനാണ് വേദങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് വേദങ്ങൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഈ 4 വേദങ്ങളിൽ ഏത് വേദം പഠിച്ചിട്ടായാലും മോക്ഷത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ ഈ ഭാഗവതവും ഭഗവത്ഗീതയും അത് രണ്ടും വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടാണ് അറിയപ്പെടുക. കാരണം വേദങ്ങളിലൂടെ പോകുന്ന ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനും ഭൗതികമായിട്ടുള്ള മോക്ഷം നേടാനുമേ സാധിക്കൂ. എന്നാൽ ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും പോകുന്ന ഒരാൾക്ക് അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനവും അതീന്ദ്രിയമായിട്ടുള്ള ധർമ്മവും മനസ്സിലാക്കി അതീന്ദ്രിയ മോക്ഷം നേടാൻ സാധിക്കും. അതായത് വൈകുണ്ഠ ലോക പ്രാപ്തി നേടാൻ സാധിക്കും. അത് ഒന്നും കൂടെ ക്ലിയർ ആക്കി പറയാനാണെങ്കിൽ നമുക്ക് വേദങ്ങളെ 3ആയിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നായിരുന്ന വേദത്തെ 4 എന്ന് പറഞ്ഞു. അത് സാമം, ഇറുക്ക്, യജുർ, അഥർവം, അങ്ങനെയുള്ള 4 വേദങ്ങൾ. ഈ 4 വേദങ്ങളെയും 3 തരത്തിൽ ആണ് ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വേദത്തിന്റെ ഇപ്പൊ സാമവേദം എടുത്താലും ഋഗ്വേദം എടുത്താലും യജുർവേദം എടുത്താലും അഥർവവേദം എടുത്താലും അതിന്റെ 90% മൊത്തം വേദങ്ങളുടെ 90% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കർമ്മകാണ്ഡോ എന്നുള്ളൊരു പോർഷനാണ്. അതായത് കർമ്മകാണ്ഡോയില് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 33 കോടി ദേവി ദേവന്മാരുണ്ട്. ഈ 33 കോടി ദേവി ദേവന്മാരും നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു തരാനായിട്ട് ഭഗവാനാൽ നിയുക്തരായവരാണ്. ഈ 33 കോടി ദേവി ദേവന്മാരിൽ ആരെ എങ്ങനെ പൂജിക്കണം, എന്ത് മന്ത്രം ഉപയോഗിക്കണം, എന്നാൽ അവരിൽ നിന്ന് എന്ത് മെറ്റീരിയൽ ഓപ്പുലൻസ് നേടാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത്. 90% ഓഫ് വേദാസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ കർമ്മകാണ്ഡോ. അതിനെ കർമ്മകാണ്ഡോ എന്നാ പറയാ. അപ്പൊ കർമ്മകാണ്ഡോ താണ്ടുന്ന ഒരാളെ കർമ്മികൾ എന്ന് പറയും. കർമ്മികളാണ് നമുക്കിന്ന് കാണുന്ന ലോകത്ത് 90% ആൾക്കാർ കർമ്മികളാണ്. അവര് ഏതെങ്കിലും ദേവനെ പ്രീതിപ്പെടുത്തും,
അല്ലെങ്കിൽ മറ്റു മതവിഭാഗക്കാർ അവരുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തും. അങ്ങനെ പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് കിട്ടുന്നത് അവരാഗ്രഹിക്കുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നല്ല വൈഫിനെ കിട്ടണമെങ്കിൽ, നല്ലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ പാർവതി ദേവിയെ അപ്രോച്ച് ചെയ്യണം. ആ പാർവതി ദേവിക്ക് ഏത് വിധത്തിലുള്ള മന്ത്രം ചൊല്ലണം, എന്ത് നേർച്ചകൾ നേരണം, എന്ത് പൂക്കൾ അർപ്പിക്കണം, അങ്ങനെയെല്ലാം വിശദമായിട്ട് വേദങ്ങളുടെ കർമ്മകാണ്ഡയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ജോലി കിട്ടണമെങ്കിൽ ഓക്കെ അങ്ങനെ ഓക്കെ സോറി മാതാജി. അപ്പോ കർമ്മകാണ്ഡം താണ്ടുന്ന ഒരാൾക്ക് കർമ്മികൾ എന്നറിയപ്പെടും. അയാൾക്ക് ധർമ്മം പാലിക്കണം, അതുപോലെ തന്നെ അർത്ഥം നേടാൻ സാധിക്കും. പിന്നെ കാമ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മോക്ഷം നേടാൻ പറ്റും. അപ്പോൾ ഈ കർമ്മകാണ്ഡം താണ്ടുന്ന കർമ്മികൾക്ക് മോക്ഷാർത്ഥമായിട്ട് എവിടെ എത്തിച്ചേരാൻ പറ്റും? അത് ഭഗവത്ഗീതയിൽ പറയുന്നത് യാന്തി ദേവ വ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രത എന്നാണ്. അതായത് അപ്പോ ആ ഓരോ ദേവീ ദേവന്മാരെയും പ്രീതിപ്പെടുത്തിയാല് ആ പ്രീതിപ്പെടുത്തുന്ന ആൾക്ക് കർമ്മിക്ക് മോക്ഷാർത്ഥമായിട്ട് സ്വർഗലോകത്ത് എത്തിച്ചേരാൻ പറ്റും. അതായത് സ്വർഗലോകമാണ് ദേവീ ദേവന്മാരുടെ എല്ലാം സ്ഥാനം. ശരിക്കും നമുക്ക് സ്വർഗലോകവും നരകവും അത് രണ്ടും കാര്യം മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ഭാഗവതത്തില് 14 ലോകങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോ അതിൽ തന്നെ സ്വർഗവും നരകവും ഒക്കെ എവിടെയാണ് വരുന്നതെന്നും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർഗലോകങ്ങൾക്കും ഉപരിയായിട്ടാണ് 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉള്ളത്. 14 ലോകങ്ങളിൽ 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. അതായത് മഹർലോക, ഹരേ കൃഷ്ണ. അപ്പൊ 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉള്ളതില് മഹർലോക, ജനലോക, തപലോക, സത്യലോക, ഇങ്ങനെ 4 ലോകങ്ങളുണ്ട്. ഈ 4 ലോകങ്ങളിലും എങ്ങനെയുള്ളവരാണ് എത്തിപ്പെടുന്നതെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ടാ സമർ, എന്റെ ഫ്രണ്ടാ. ഓക്കെ, പേടിക്കണ്ട. ഓക്കെ, ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുത്തതാ. അത് നമ്മുടെ ശരത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടിയാ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിലൊന്ന് കയറാൻ പറഞ്ഞു, അങ്ങനെ കയറിയതാ. ഓക്കെ, ഹരിബോൽ, ഹരേ കൃഷ്ണ. അപ്പോ ഈ വേദങ്ങളിലൂടെ പോകുന്ന കർമ്മകാണ്ഡം താണ്ടുന്ന ഒരാള് കർമ്മികൾ എന്നറിയപ്പെടും. ഈ കർമ്മികൾക്ക് മോക്ഷാർത്ഥമായിട്ട് സ്വർഗരാജ്യത്തെത്താം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്ത ഈ 90% എന്ന് പറഞ്ഞില്ലേ, ബാക്കി 10% ഉണ്ടല്ലോ. ആ 10%-ല് 7% ഓഫ് വേദാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജ്ഞാനകാണ്ഡോ പോർഷൻ എന്ന് പറയും. ജ്ഞാനകാണ്ഡോ പോർഷൻ എന്ന് പറഞ്ഞാല് അവിടെയാണ് കുറച്ചുകൂടെ ബുദ്ധി കൂടിയ ആൾക്കാർ കർമ്മകാണ്ഡങ്ങളിൽ കർമ്മികളിൽ വെച്ച് ബുദ്ധി കൂടിയ ആൾക്കാർ ചിന്തിക്കും, ഈ 33 കോടി ദേവീ ദേവന്മാരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരുടെ അധിപനായിട്ട് മറ്റൊരു ശക്തി ഉണ്ടോ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർ ജ്ഞാനകാണ്ഡയിലേക്ക് കടക്കും. അപ്പോൾ വേദങ്ങളുടെ കർമ്മകാണ്ഡം എല്ലാം കഴിഞ്ഞ് ജ്ഞാനകാണ്ഡയിലേക്ക് കടക്കുന്ന ആളിനെ ജ്ഞാനീസ് എന്ന് പറയും, ജ്ഞാനികൾ. ഈ ജ്ഞാനികള്, അതാണ് ഇവിടെയും സൂചിപ്പിച്ചിട്ടുള്ള ജ്ഞാനികള്. ആ ജ്ഞാനികള് ആദ്യം മനസ്സിലാക്കുക ഭഗവാനെ പറ്റി അല്ലെങ്കിൽ ഈശ്വരീയ ചിന്തയെ പറ്റി അവിടെ ഒരു സൂചന കൊടുത്തിട്ടുള്ളത് ഐ ആം പെർവേഡിങ് എവരിവെയർ ബട്ട് ഐ ഹാവ് നോ ഫോം. അതായത് സർവം വ്യാപിയായിരിക്കുന്ന ഈശ്വരനാണ് ഞാൻ, എനിക്ക് നിയതമായ രൂപമില്ല എന്ന് ആ ജ്ഞാനകാണ്ഡോ പോർഷന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നിയതമായ രൂപമില്ല എന്ന് വെച്ചാൽ ഈ ഭൗതികമായ രൂപമില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈശ്വരന് അതീന്ദ്രിയമായിട്ടുള്ള രൂപമുണ്ട് എന്നുള്ളത് ഭാഗവത്തിലൂടെ അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ ഭൗതിക ജ്ഞാനമായിട്ടുള്ള വേദങ്ങളിൽ അരൂപിയായിട്ടുള്ള ഈശ്വരനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജ്ഞാനികൾ എന്താ ചിന്തിക്കുക, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് എന്ന് ചിന്തിക്കും. അപ്പൊ പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും ജ്ഞാനികൾ. അങ്ങനെ പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്ത് അവർക്ക് ആ പ്രകാശത്തിൽ അലിഞ്ഞു ചേരാൻ അല്ലെങ്കിൽ സായൂജ്യമടയാൻ, അങ്ങനെയാണ് മോക്ഷം കിട്ടുക. സായൂജ്യ മോക്ഷം അല്ലെങ്കിൽ കൈവല്യ മോക്ഷം എന്നൊക്കെ പറയും. അത് ഒരു ജ്ഞാനികൾക്ക് കിട്ടുന്ന മോക്ഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 7% കഴിഞ്ഞിട്ട് ബാക്കി ഒരു 3% ഉണ്ട്. അതായത് 90% കർമ്മകാണ്ഡോ, 7% ജ്ഞാനകാണ്ഡോ, ലാസ്റ്റ് വരുന്ന 3% വരുന്നതാണ് ഉപാസനാകാണ്ഡോ എന്ന് പറയുന്നത്. ഈ ഉപാസനാകാണ്ഡോയിലാണ് അഷ്ടാംഗ യോഗ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്.
ഈ ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അഷ്ടാംഗ യോഗ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ അഷ്ടാംഗ യോഗ ചെയ്തിട്ട് അവസാനം ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ഇത്രയും യോഗ എല്ലാം ചെയ്താലും, അഷ്ടാംഗ യോഗ എല്ലാം ചെയ്താലും നീ അവസാനം സമാധി പൊസിഷനിൽ എത്തുന്ന ഒരു യോഗി, അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളിനെയാണ് യോഗി എന്ന് പറയുക. ആ യോഗിക്ക് സമാധി പൊസിഷനിൽ എത്തുമ്പോൾ ഈശ്വരനെ എല്ലാവരിലും കാണാൻ സാധിക്കുന്നു. അതായത് എന്നിലുമുണ്ട് ഈശ്വരൻ, നിന്നിലുമുണ്ട് ഈശ്വരൻ, സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ ചൈതന്യത്തെ തിരിച്ചറിയും. അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരമാത്മ രൂപേണ എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നു. അപ്പോ ആ പരമാത്മനെയാണ് ആ യോഗി തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ യോഗി ചിന്തിക്കും, ആ യോഗിയാണ് മനസ്സിലാക്കുക, സമാധി പൊസിഷനിൽ എത്തുമ്പോൾ മനസ്സിലാക്കുന്നത് അഹം ബ്രഹ്മാസ്മി, അതായത് ഞാനും നീയും ബ്രഹ്മമാകുന്നു, ഈശ്വരനാകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ എത്തിച്ചേരും യോഗികൾ. അപ്പൊ ആ യോഗികൾക്ക് മോക്ഷാർത്ഥമായിട്ട് ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്ക് എലിവേറ്റഡ് ആകാൻ സാധിക്കും. അതായത് സ്വർഗലോകത്തിനും ഉപരിയായിട്ടുള്ള ഉന്നത ഗ്രഹങ്ങളിലേക്ക് എലിവേഷൻ, മോക്ഷം കിട്ടും. മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം അങ്ങനെയുള്ള 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്ക് മോക്ഷം കിട്ടും. അപ്പോ ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറഞ്ഞതിലുള്ള ആദ്യത്തെ 2 ഗോഡ് റിയലൈസേഷൻ കിട്ടുന്നത് വേദങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അതായത് ജ്ഞാനികൾക്ക് ബ്രഹ്മൻ റിയലൈസേഷൻ കിട്ടുന്നു, യോഗികൾക്ക് പരമാത്മ റിയലൈസേഷനും കിട്ടുന്നു. എന്നാൽ ഈ വേദങ്ങളുടെ എല്ലാം അവസാനത്തില് വേദാന്തികൾ എന്ന് പറഞ്ഞാല് വേദങ്ങളുടെ എൻഡ് ഓഫ് വേദാസ് മനസ്സിലാക്കുന്ന ആളിനെയാണ് വേദാന്തികൾ എന്ന് പറയുക. ആ വേദാന്തികളുടെ മനസ്സിലാക്കുന്നത് അവസാനം, വേദങ്ങളുടെ ഏറ്റവും അവസാനം 0.003% എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഈ 33 ദേവി ദേവന്മാരും അണ്ടർ കൺട്രോൾ ഓഫ് മീ ആസ് ഗോവിന്ദ, അതായത് ഈ 33 ദേവി ദേവന്മാരും എന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്, അവരെന്നെയാണ് ശരണം പ്രാപിക്കുന്നത്, അവരെന്നെയാണ് വർഷിപ്പ് ചെയ്യുന്നത് ഈ ഗോവിന്ദനെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദാന്തികൾക്ക് മാത്രമേ ആ ഗോവിന്ദനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതാണ് നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് ഈ ഉപാസന കാണ്ഡയാണ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത്. വേദങ്ങളുടെ ലാസ്റ്റ് പോർഷനാണ് വിവരിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നാരദ മഹർഷിക്ക് ആ വേദങ്ങളുടെ എൻഡ് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന് നാരായണ നാരായണ എന്ന് വർഷിപ്പ് ചെയ്യാൻ, മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്തു. എല്ലാ യോഗികൾക്കും ആ ഭാഗ്യം സിദ്ധിക്കണം എന്നില്ല. അഷ്ടാംഗ യോഗ ചെയ്യുന്നവർക്ക് 90% യോഗികൾക്കും ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്കുള്ള മോക്ഷമേ കിട്ടുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള മോക്ഷം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വ്യാസദേവൻ എല്ലാ വേദങ്ങളും രചിച്ചു, ഉപനിഷത്തുകൾ രചിച്ചു, വേദാന്ത സൂത്രവും രചിച്ചിട്ടും മനസ്സമാധാനം ഇല്ല, സന്തോഷമില്ലാതെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത്, ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം നീ വിവരിച്ച് കണ്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ വേദങ്ങളിലൂടെ പോയാലും നമുക്ക് പരിപൂർണ സംതൃപ്തി ലഭിക്കില്ല എന്നല്ലേ. അതായത് എഴുതിയ വ്യാസദേവന് പോലും സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് പഠിച്ചു വരുന്ന നമ്മൾക്ക് എങ്ങനെ സന്തോഷം കിട്ടാനാണ്? അപ്പോൾ യഥാർത്ഥ ആനന്ദം കിട്ടണമെങ്കിൽ സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്ന് വിവരിക്കാൻ പറയും. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചത്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാള് ധർമ്മം പാലിച്ചാൽ തന്നെ മോക്ഷാർത്ഥമായിട്ട് അതീന്ദ്രിയ ലോകത്ത് എത്തിപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭാഗവതത്തിനെ 5ാമത്തെ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ 4 പുരുഷാർത്ഥങ്ങൾ വേദങ്ങളിലും 5ാമത്തെ പുരുഷാർത്ഥം ഭാഗവതത്തിലുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് വേദങ്ങളും ഭാഗവതവും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസും വ്യത്യാസവും. അതായത് വേദങ്ങളിലൂടെ പോയാൽ ഒരിക്കലും അവർക്ക് അതീന്ദ്രിയ ധാമത്തിൽ എത്താൻ പറ്റില്ല, അതീന്ദ്രിയ ലോകത്ത് എത്താൻ പറ്റില്ല. എന്നാൽ ഭാഗവതത്തിലൂടെ പോയാൽ വൈകുണ്ഠ ലോകപ്രാപ്തി നേടാം. ഇതാണ് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ മോക്ഷമാർഗം. അതായത് ഈ ഭൗതിക ലോകം വിട്ട് നമുക്ക് അതീന്ദ്രിയ ലോകത്ത് എത്തിച്ചേരാൻ പറ്റും, വൈകുണ്ഠ ലോകത്ത് എത്തിച്ചേരാൻ പറ്റും. അതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ഈ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഇങ്ങനെ ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം എന്ന് പറയുന്നു. അതായത് ഭഗവത്ഗീത മെയിനായിട്ട് 5 കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഏതൊക്കെ 5 കാര്യങ്ങൾ?
നമ്മുടെ കാലം, നമ്മുടെ കർമ്മം, പിന്നെ ജീവാത്മാവ്, പരമാത്മാവ്, പ്രകൃതി, ഈ 5 കാര്യങ്ങളെ പറ്റി, അതെ, ഈ 5 കാര്യങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ജീവാത്മാവ്, നമ്മളെന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ പറ്റി പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പരമാത്മാവിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൗതിക പ്രകൃതിയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കാലം എന്ന് പറഞ്ഞാൽ സമയത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ. ഈ 5 കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതില് ഒരു അതീന്ദ്രജ്ഞാനി, അതായത് ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു അതീന്ദ്രജ്ഞാനിക്ക് നമ്മുടെ ഈ ശരീരവും മനസ്സും ആത്മാവും ഭഗവാനുമായിട്ടുള്ള ബന്ധവും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ സാധാരണ ഒരു ഭൗതികവാദിക്കോ അല്ലെങ്കിൽ വേദങ്ങൾ പഠിച്ച് വലിയ പണ്ഡിതനായ ഒരാൾക്കോ ഈ ശരീരവും ആത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിയാൻ പറ്റില്ല. നമുക്കും ഇത്രയും നാളും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോ ഈ സത്സംഗത്തിൽ വന്ന് നമ്മൾ ഈ അതീന്ദ്രിയജ്ഞാനം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത്, അല്ലേ? നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നു ഞാൻ ഈ ശരീരമാണ്, ഈ കാണുന്ന ഞാനാണ് യഥാർത്ഥ ഞാൻ, അപ്പോൾ ചത്തുപോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു, വിലപിച്ചിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ ഞാൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരമല്ല, അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവാണെന്ന് പറഞ്ഞു തരുന്നു. അതിന് ഉദാഹരണം ആചാര്യന്മാർ പറയുന്നത്, ഒരു വീട്ടിലിപ്പോ ഒരാൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ അയാളുടെ പേര് സുകുമാരനാണെന്ന് വെച്ചോളൂ. അപ്പോൾ അയ്യോ പോയേ, അച്ഛൻ പോയേന്ന് മക്കൾ കിടന്ന് വിളിക്കും. സുകുമാരൻ പോയേന്ന് ബാക്കിയുള്ളവർ പറയും. അപ്പൊ നമുക്ക് ചോദിക്കാം, ആ കിടക്കുന്നില്ലേ, അത് തന്നെയല്ലേ സുകുമാരൻ, പിന്നെ എന്തിനാ പോയേന്ന് പറഞ്ഞ് കരയണേന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഇത് വെറും ശവമാണ്, ഇത് ബോഡിയാണ്, പോയതാണ്, എൻ്റെ അച്ഛൻ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോയതാണ് അച്ഛൻ അല്ലെങ്കിൽ സുകുമാരൻ എന്ന് പറയുന്നത്. ആ പോയതാരാ? ദേഹിയാണ്. ദേഹം അവിടെ കിടപ്പുണ്ട്. അപ്പൊ ആ പോയ ദേഹിയാണ് യഥാർത്ഥത്തിൽ അയാൾ. അതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ദേഹിയാണ് യഥാർത്ഥത്തിൽ ഞാൻ, ഈ കാണുന്ന ദേഹമല്ല എന്ന് സാരം. ഇതാണ് ഒന്നാമത്തെ അതീന്ദ്രിയജ്ഞാനം. ഈ അതീന്ദ്രിയജ്ഞാനം നമുക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ മറ്റെവിടെ നിന്നോ കിട്ടില്ല. ഈ അതീന്ദ്രിയജ്ഞാനം കിട്ടാൻ ആകെ 3 വഴികളേ ഉള്ളൂ: ഗുരു, സാധു, ശാസ്ത്ര. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ, അദ്ദേഹത്തിന് മാത്രമേ ഈ അതീന്ദ്രിയജ്ഞാനം പകർന്നു തരാൻ സാധിക്കൂ. പിന്നെ സാധു എന്ന് പറഞ്ഞാല് ഇതുപോലെ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് നമ്മൾ ഈ അതീന്ദ്രിയജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരെ എല്ലാവരെയും, അതായത് വൈഷ്ണവരെ എല്ലാവരെയും സാധുക്കൾ എന്നാ പറയുക. അപ്പോ ഒരു വൈഷ്ണവനിൽ നിന്ന് മാത്രമേ ഭഗവാനെ പറ്റിയുള്ള ശാസ്ത്രം കിട്ടുകയുള്ളൂ. അതുപോലെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വൈദിക ഗ്രന്ഥങ്ങൾ എന്നർത്ഥം. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയുമാണ് യഥാർത്ഥ മോക്ഷമാർഗം പറഞ്ഞു തരുന്നത് എന്നർത്ഥം. യഥാർത്ഥ മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നേക്കുമായിട്ട് ഈ ഭൗതിക ലോകം വിട്ട് അതീന്ദ്രിയ ലോകത്ത് പ്രവേശിക്കാൻ സാധിക്കണം, വൈകുണ്ഠ ലോക പ്രാപ്തി നേടാൻ പറ്റണം. അതിനെയാണ് യഥാർത്ഥ മോക്ഷമായിട്ട് പറയുക. ബാക്കി മോക്ഷങ്ങളെല്ലാം, അതായത് വേദങ്ങളിലൂടെ പോയാൽ സ്വർഗലോക പ്രാപ്തി, അന്യ ഗ്രഹങ്ങളിലേക്കുള്ള ഉയർച്ച, അതല്ലെങ്കിൽ സായൂജ്യ മുക്തി, അല്ലെങ്കിൽ കൈവല്യ മോക്ഷം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് തന്നെ ഉള്ള മോക്ഷമാണ്. ആ മോക്ഷമൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നു, ക്ഷീണേ പുണ്യം അർത്തിലോകം വിശന്തി. നമ്മൾ ചെയ്ത പുണ്യങ്ങളെല്ലാം ക്ഷയിച്ചു കഴിയുമ്പോൾ വീണ്ടും മനുഷ്യലോകത്ത് വന്ന് ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ ജനിച്ചും മരിച്ചും നമ്മൾ ഈ ലോകത്ത് തന്നെ കിടക്കും. അപ്പൊ ഈ ഭൗതിക ലോകം വിട്ട് എന്നേക്കുമായിട്ട് അതീന്ദ്രിയ ലോകത്ത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ ജ്ഞാനം മനസ്സിലാക്കണം. ഭഗവാന്റെ ജ്ഞാനം മനസ്സിലാക്കുന്ന ആളിനെയാണ് അതീന്ദ്രിയ ജ്ഞാനി എന്ന് പറയുക. ആ അതീന്ദ്രിയ ജ്ഞാനി എന്താ മനസ്സിലാക്കുക? തൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവാനായിക്കൊണ്ട് ചെയ്യുക. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, മയ്യ അർപ്പിത മനോർബുദ്ധി എന്ന്, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് ആ റിസൾട്ട് അനുഭവിക്കേണ്ടി വരില്ല. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും റിസൾട്ട് അനുഭവിക്കാൻ നമ്മൾ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അത് പുണ്യപ്രവൃത്തി ആയിക്കോട്ടെ പാപപ്രവൃത്തി ആയിക്കോട്ടെ, രണ്ടിനും റിസൾട്ട് ഉണ്ടാവും. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. ഏതൊരു ആക്ഷനും റിയാക്ഷൻ ഉണ്ടാവും. ആ ആക്ഷൻ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ കുറെ
കുട്ടികൾക്ക് അന്നദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ആ റിസൾട്ട് അനുഭവിക്കാൻ നമ്മൾ അടുത്ത ജന്മം ആ കുട്ടികളിൽ നിന്ന് ഔദാര്യം പറ്റി നമ്മൾ ജീവിക്കാൻ ഒരു ജന്മം കിട്ടും. അപ്പൊ ഇങ്ങനെ ജനിച്ചും മരിച്ചും ഇവിടെ തന്നെ കിടക്കും, ഭൗതിക ലോകത്ത് തന്നെ കിടക്കും. ഈ ആത്മാവിന് ഒരിക്കലും ഈ ലോകം വിട്ടു പോകാൻ പറ്റില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാനായിക്കൊണ്ട് ചെയ്യുമ്പോൾ, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ, അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുക. ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഈ മരണശേഷം ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല. പിന്നെയോ മരണശേഷം നമ്മുടെ ദേഹി ഭഗവാന്റെ ധാമത്തിൽ എത്തും. വൈകുണ്ഠ ലോകത്തോ ഗോലോക വൃന്ദാവനത്തിലോ അങ്ങനെ ആതീന്ദ്ര ലോകത്ത് എത്തിപ്പെടുമെന്ന് സാരം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭാവാർത്ഥത്തില് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സംക്ഷിപ്ത രൂപമാണ് ഞാനിപ്പോ പറഞ്ഞത്. എങ്കിലും ഞാൻ അതൊന്ന് വായിക്കാം. അതായത് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്, ജയ ശ്രീല പ്രഭുപാദ്. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ കൃഷ്ണൻ വിവിധ ഭാവങ്ങളിൽ ആവിഷ്കരിക്കുന്നു. കൃഷ്ണാവബോധം എന്നാൽ എപ്പോഴും അതീന്ദ്രിയമായ പ്രേമത്തോടെ ഭഗവത് സേവനം അനുഷ്ഠിക്കുക എന്നാണ് അർത്ഥം. അവ്യക്തിഗത ബ്രഹ്മത്തോടും പരമാത്മാവിനോടും മമതയുള്ളവരും ഭാഗികമായി കൃഷ്ണാവബോധം നേടിയവർ തന്നെ എന്ന് പറഞ്ഞാല് അവ്യക്തിഗത ബ്രഹ്മമാണ് നേരത്തെ പറഞ്ഞ ബ്രഹ്മൻ റിയലൈസേഷൻ. ജ്ഞാനികള് അവര് ശരിക്കും ഭഗവാന്റെ ശരീരകാന്തിയാണ് ഈ പ്രകാശം എന്ന് തിരിച്ചറിയുന്നില്ല. എങ്കിൽ പോലും ഭഗവാന്റെ ശരീരകാന്തിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനാൽ ഭഗവാനെ അവരും പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നു. പിന്നെ അടുത്ത പരമാത്മാവിനോട് മമതയുള്ളവരാണ് അഷ്ടാംഗ യോഗികൾ. അഷ്ടാംഗ യോഗികളും ഭഗവാനെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നു. കാരണം ഭഗവാനെ പരമാത്മ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വരീയ ശക്തിയെ തിരിച്ചറിയുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഭഗവാൻ അവരെയും ഭക്തരായിട്ട് കണക്കാക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് വൈഷ്ണവര്. യഥാർത്ഥ കൃഷ്ണാവബോധം സിദ്ധിച്ചവര് ഡയറക്റ്റ് ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവര്, കൃഷ്ണനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. ഈ 6ാമത്തെ അധ്യായത്തില് എല്ലാം വിവരിച്ച് തന്നിട്ട് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോഗിനാം അഭി സർവേഷാം മദ്ഗതർ അന്തർ ആത്മനാന്ന്. അതായത് എല്ലാ യോഗികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോഗി എന്റെ ഭാവത്തിൽ വർഷിപ്പ് ചെയ്യുന്നവരാണെന്ന്, ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നവരാണെന്ന്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ വൈഷ്ണവർക്ക്, കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നവര്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നവര് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ പരമാത്മാവ് സർവവ്യാപ്തമായ ഭാഗിക രൂപ വിസ്തരണവും അതിനാൽ അവ്യക്തിഗതവാദിയും ധ്യാനിയും പരോക്ഷമായി കൃഷ്ണാവബോധം ഉള്ളവരത്രേ. അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കൃഷ്ണാവബോധം കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നുമില്ലെങ്കിലും ഭഗവാന്റെ ഈ ശരീരകാന്തി പ്രകാശ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യം അവർക്ക് അറിയാം. പക്ഷെ അതിന്റെ പിന്നിൽ ഭഗവാനാണ് അതിന്റെ സോഴ്സ് എന്ന് മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാല് രാത്രിയിൽ ഒരു ട്രെയിനിനെ മനസ്സിലാക്കുന്ന ഒരാള് ആ ട്രെയിനിന്റെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ആ ലൈറ്റാണ് ട്രെയിൻ എന്ന് അവർ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ കൂന്നുള്ള ആ ശബ്ദമുണ്ട് ട്രെയിനിന്റെ, ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ട്രെയിൻ ആണെന്ന് തിരിച്ചറിയുന്നു. അതുപോലെ ഈ ഓങ്കാര പരബ്രഹ്മത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവരും പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവരും ചിന്തിക്കുന്നത് ആ പ്രകാശമാണ് സർവശക്തനായ ഈശ്വരൻ, അല്ലെങ്കിൽ ആ ഓങ്കാരമാണ് യഥാർത്ഥ ഈശ്വരൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ആ ശബ്ദത്തിന് പിന്നിലും ആ പ്രകാശത്തിന്റെ പിന്നിലും ഭഗവാന്റെ സച്ചിദാനന്ദ വിഗ്രഹം രൂപം ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. എങ്കിലും അവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ബ്രഹ്മം, പരമാത്മാവ് എന്നീ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തെന്ന് ആ ഭക്തൻ അറിവ്. ഒരു അതീന്ദ്രിയ ജ്ഞാനിക്ക് ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനേതി ശബ്ദത, അതിന്റെ ആ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ എന്നാണ് പറ്റും എന്നാണ് പറയുന്നത്. തിരിച്ചറിയാൻ പറ്റും ഒരു ഭക്തന്. പരമസത്യത്തെക്കുറിച്ചുള്ള അയാളുടെ അറിവ് പൂർണ്ണമാണ്. അങ്ങനെയുള്ള ആ അറിവ്, അതായത് അതീന്ദ്രിയ ജ്ഞാനിക്ക് ഭഗവാനെ പറ്റി തിരിച്ചറിയുന്ന ഒരാൾക്ക് പരിപൂർണ ജ്ഞാനം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിലേക്ക് പരിപൂർണ ജ്ഞാനം എത്തിച്ചേരും എന്നതാണ് വാസ്തവം. എന്നാൽ ഇവരെല്ലാം താന്താങ്ങളുടെ പദ്ധതികളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വേഗത്തിലോ പതുക്കെയോ പരിപൂർണതയിൽ എത്താൻ സാധിക്കും. ഒരു അതീന്ദ്രിയ ജ്ഞാനി ആദ്യമായി ചെയ്യേണ്ടത് എപ്പോഴും കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കേണ്ടതാണ്. കൃഷ്ണനെ പറ്റി എല്ലായ്പ്പോഴും ചിന്തിക്കണം. നിമിഷ നേരം പോലും മറന്നു പോകരുത്. ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുന്ന തന്നെയാണ് സമാധി എന്ന് പറയുക. സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗയിലുള്ള 8ാമത്തെ പൊസിഷനാണ്. അഷ്ടാംഗ യോഗയില്
യമ, നിയമ, പ്രത്യാഹാര, ധാരണ, അങ്ങനെ സമാധി വരെ 8 പ്രോസസ് ഉണ്ട്. ഓരോ പ്രോസസ്സിലും 10,000 വർഷത്തോളം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൽ പരിപൂർണത നേടാൻ സാധിക്കൂ. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു 10,000 വർഷം പ്രാക്ടീസ് ചെയ്ത് പരിപൂർണതയിൽ എത്തിയിട്ട് വേണം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ. അതായത് യമ പ്രാക്ടീസ് ചെയ്ത് ജയിച്ചതിന് ശേഷമേ നിയമ എന്നുള്ള ഒരു ഭാഗത്തേക്ക് കടക്കാൻ പറ്റൂ. പിന്നെ അത് കഴിഞ്ഞ് പ്രത്യാഹാര, ധാരണ, അങ്ങനെ പോകുന്ന 8 പ്രോസസ്സിനും 10,000 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാല് കലിയുഗത്തിലെ ആൾക്കാർക്ക് വെറും 100 വയസ്സ് വരെ ആയുസുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് 10,000 കണക്കിന് വർഷം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇന്നത്തെ കാലത്ത് കാണിക്കുന്ന യോഗ സിസ്റ്റം ഒന്നും യഥാർത്ഥത്തിലുള്ള യോഗയല്ല. അവര് ഭൗതികമായിട്ട് ശരീരത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന യോഗ പ്രാക്ടീസാണ്. അപ്പൊ യഥാർത്ഥ യോഗ എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗ പ്രാക്ടീസാണ്. അത് കലിയുഗത്തിലെ ആൾക്കാർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് കലിയുഗത്തില് ഹരിനാമ സങ്കീർത്തന യജ്ഞം മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇത്രയും വർഷത്തെ അവര് 10,000 വർഷത്തോളം 80,000 വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത് അഷ്ടാംഗ യോഗികൾ ആ സമാധി പൊസിഷനിൽ എത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഈശ്വരീയ ചിന്തയേക്കാൾ എത്രയോ ശ്രേഷ്ഠതരമാണ് ഭഗവാനെ, കൃഷ്ണനിൽ ആ പേഴ്സണൽ ഫോമില് സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നത് എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം വിശദമായിട്ട് പറയുന്നത്. ശ്രീല പ്രഭുപാദിന്റെ കൃപ കൊണ്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് ഇത്രയും വിശദമായിട്ട് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വായിച്ചു നോക്കിയാൽ നമുക്ക് സകല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ഭഗവാൻ സർവവും കൃഷ്ണന്റേതാണെന്ന് കൃഷ്ണാവബോധമാർന്ന ഭക്തന് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് അയാൾ സ്വാർത്ഥലാഭോന്മുഖങ്ങളായ ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നർത്ഥം. തനിക്കായിട്ട് എന്തെങ്കിലും ഒന്നും അയാൾ ആഗ്രഹിക്കില്ല. പകരം ഭഗവാനെ എങ്ങനെ നമുക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ പരിപൂർണമായി മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും ഒരു ഭക്തൻ ചിന്തിക്കുക. അതിനാണ് ഇവിടെ ഭക്തിരസാമൃത സിന്ധുവിലെ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ചത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്ചതേ പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥയതേ. അതായത് യാതൊന്നിലും ആസക്തി ഇല്ലാതെയും അതേസമയം കൃഷ്ണനുമായി ബന്ധമുള്ള ഏതിനെയും സ്വീകരിച്ചുകൊണ്ടും ഉത്തമസ്ഥിതി കൈവരിച്ച ഒരാൾ മമതാ ബന്ധങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു. മമതാ ബന്ധം എന്ന് പറഞ്ഞാൽ എന്റേത്, ഞാൻ എന്നുള്ള ചിന്ത, അതിനെ വിട്ടിട്ട് എല്ലാം ഭഗവാന്റേത് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ മുന്നേറുന്നു. മറിച്ച് സർവ്വ വിഷയങ്ങളെ അവ കൃഷ്ണനോട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാതെ ഉപേക്ഷിക്കുന്നവന്റെ പരിത്യാഗം അത്രത്തോളം പൂർണ്ണമല്ല. അപ്പൊ ഇതൊന്നും ഭഗവാന്റേതല്ല എന്ന് ചിന്തിച്ച് എല്ലാം എന്റേതാണെന്ന് ചിന്തിക്കുന്ന ഒരാള് എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അയാൾ കുറച്ച് ത്യാഗം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ദാനം ചെയ്യുന്ന പോലെ പാവപ്പെട്ടവർക്ക് കുറച്ച് പണം കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അതെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് സ്വയം അയാൾ ചിന്തിക്കും. പക്ഷെ അതൊന്നും അയാളുടേതല്ല. ശരിക്കും അയാൾ ഒരു ഉപകരണം പോലെ നിമിത്തമാകുന്നു. അതിലൂടെ ഭഗവാനാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രവൃത്തികളെല്ലാം ഭഗവാൻ ആയിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ പരിപൂർണതയിൽ എത്തുന്നത് എന്നാണ് സാരം. അപ്പൊ ശ്ലോകം ഒരു 11 കൂടെ നമുക്ക് നോക്കാം. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാത്യു ചിത്രം നാതി നീചം ചൈലാജിന കുശോത്തരം. അതായത് ഇവിടെ പറയുന്നത് യോഗ പരിശീലനത്തിന് ഉദ്ദേശിക്കുന്നവർ ഒരു വിജനമായ സ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിന്മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ആ ആസനത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഏകാഗ്ര ചിത്തനായി ആത്മശുദ്ധീകരണത്തിന് വേണ്ടി യോഗം അനുഷ്ഠിക്കണം. അപ്പൊ ഇത് അഷ്ടാംഗ യോഗ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എങ്ങനെ വേണം? വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം. ഇരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? വെറും നിലത്ത് ഇരിക്കാൻ പാടില്ല. ഒരല്പം ഉയർന്ന ഒരു മൺതിട്ടയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് വേണം ഇരിക്കാൻ. അവിടെ കുശപ്പുല്ല് കൊണ്ട് ഒരു ആസനം പോലെ ഉണ്ടാക്കി വെക്കണം. അതായത് ഒരു പായ പോലെ ഉണ്ടാക്കി വെക്കണം. അതിനാണ് നമ്മൾ പുൽപ്പായയിലൊക്കെ ഇരിക്കുന്നത്. ക്ലാസ് കേൾക്കാനൊക്കെ പുൽപ്പായയിൽ ഇരിക്കുന്നത് അതിനാണ്. അപ്പോ ഈ അതീന്ദ്രിയ ജ്ഞാനം ഗ്രഹിക്കാൻ നമ്മൾ അങ്ങനെ നിലത്തിരിക്കാൻ പാടില്ലെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. കാരണം നിലത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ജ്ഞാനം അതൊരു പോസിറ്റീവ് വൈബ്രേഷൻ ആണ്. ആ പോസിറ്റീവ് വൈബ് നമ്മൾ എർത്ത് ചെയ്ത് പോകും. അതായത് നിലത്ത് അങ്ങ് ആയിപ്പോവും. അപ്പൊ കിട്ടുന്നതിന്റെ ഉപയോഗം നമ്മളിലേക്ക് എത്തില്ല.
അതുകൊണ്ടാണ് കുശപ്പുല്ല് അല്ലെങ്കിൽ പുൽപ്പായയിലൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ അഷ്ടാംഗ യോഗ ചെയ്യണമെങ്കിലും അങ്ങനെ കുശപ്പുല്ല് വിരിച്ച് അതിന് മീതെ മാൻതോലും വസ്ത്രവും വിരിച്ച് നല്ല ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് അവിടെ ഇരിക്കണം എന്ന് പറയുന്നു. ഈ യോഗി ഈ ആസനത്തിൽ ഇരുന്നു കൊണ്ട് വേണം യമ നിയമ പ്രത്യാഹാര ധാരണ അങ്ങനെ പോകുന്ന ആ 8 പ്രോസസ്സുകൾ ചെയ്യാൻ. മാത്രമല്ല ഇരിക്കുന്നത് എങ്ങനെയെന്നും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വയ്ക്കണം. കഴുത്തും നട്ടെല്ലും തലയും അങ്ങനെ വച്ചിട്ട് യോഗി നാസാഗ്രഹത്തിൽ ദൃഷ്ടി ഊന്നണം. കണ്ണുകൾ രണ്ടും മൂക്കിന്റെ തുമ്പത്ത് നോട്ടം എത്തിക്കണം എന്ന്. കാരണം കംപ്ലീറ്റ് കണ്ണ് അടഞ്ഞു പോകാൻ പാടില്ല, എങ്കിൽ ഉറങ്ങിപ്പോകും. കംപ്ലീറ്റ് കണ്ണ് തുറന്നു വയ്ക്കാൻ പാടില്ല, എങ്കിൽ ഭൗതികമായിട്ട് കാണുന്നതിലെല്ലാം ശ്രദ്ധ പോവും, മനസ്സ് പോവും. അങ്ങനെ പോവാതിരിക്കാൻ കണ്ണുകൾ രണ്ടും നാസികയുടെ അഗ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ 10,000 വർഷം ഇരിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ വേണം അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ. അതുപോലെ ശരീരം കഴുത്തും നട്ടെല്ലും തലയും ഒരേ സ്ട്രെയിറ്റ് ലൈൻ വരച്ച പോലെ ഇരിക്കണം. എന്നിട്ട് നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കണം. നിലത്തല്ല, നേരത്തെ പറഞ്ഞ പോലെ പുൽപ്പായ വിരിക്കണം, അതിൻ്റെ മീതെ മാൻതോല് വിരിക്കണം, അതിൻ്റെ മീതെ ഒരു വസ്ത്രം വിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. അതൊരു സെക്യൂർഡ് പ്ലേസിലായിരിക്കണം, വിജനമായ സ്ഥലത്ത്, പരിശുദ്ധിയുള്ള സ്ഥലത്തൊക്കെ വേണം ഇരിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വേണം അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ. എന്നാൽ ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനത്തെ യാതൊരു നിബന്ധനയുമില്ല. രാവിലെ ജസ്റ്റ് വായൊന്ന് കഴുകി പല്ലൊക്കെ തേച്ച് വായൊന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞം ചെയ്യാം. അത് ചെയ്താൽ ഈ അഷ്ടാംഗ യോഗ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതരം എന്നാ പറയുക. അപ്പൊ അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് നമ്മുടെ ഹരിനാമ സങ്കീർത്തന യജ്ഞത്തിന്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കാൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ നാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും നാമജപത്തിലൂടെ. എങ്ങനെയാണോ മൊബൈലിൽ നമ്പറുകൾ കുത്തുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന ആളിന്റെ സ്ഥലത്ത് എത്തുന്നത്, ആ ബെല്ല് അവിടെ ചെന്നെത്തുന്നത്, അതുപോലെ ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ജപിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതരമാണ് എന്നാണ് ഇവിടെ ഊന്നി പറയുന്നത്. ഹരിബോൽ ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 13ഉം 14ഉം. ഈ 12ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് ഈ കലിയുഗത്തില് ഹരിനാമ സങ്കീർത്തന യജ്ഞം മാത്രമേ സാധ്യമാകൂ എന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ ഗതിർ അന്യതാന്നും. അതായത് കലഹത്തിന്റെയും കാപട്യത്തിന്റെയുമായ ഈ കലിയുഗത്തില് ഹരിയുടെ തിരുനാമ ഉച്ചാരണം മാത്രമാണ് യഥാർത്ഥ മോക്ഷത്തിനുള്ള ഒരേ ഒരു മാർഗം. മറ്റൊരു വഴിയുമില്ല എന്ന് 3 പ്രാവശ്യം ഉറപ്പിച്ചു പറയാണ്. അപ്പൊ നമ്മുടെ കലിയുഗത്തില് ഹരിനാമ സങ്കീർത്തന യജ്ഞം അല്ലാതെ മറ്റൊരു വഴിയുമില്ല നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ യഥാർത്ഥ മോക്ഷത്തിലേക്ക് എത്താൻ എന്നാണ് പറയുന്നത്. മനുഷ്യനായിട്ട് ജന്മം കിട്ടിക്കഴിഞ്ഞാൽ മോക്ഷത്തെ പറ്റി ചിന്തിക്കണം എന്നതാണ് യഥാർത്ഥ വസ്തുത. അതാണ് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളുടെ എല്ലാം ആകെ സ്വത്തായ, അല്ലെങ്കിൽ എല്ലാ നെക്ചറും കൂടെ കോർത്തിണക്കിയ വേദാന്ത സൂത്രത്തില് ആദ്യത്തെ വരി തുടങ്ങുന്നത് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്നാണ്. അതായത് അവനവനെ തന്നെ അറിയാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ ഉണ്ടായിരിക്കണം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള കൺക്ലൂഷനിലെങ്കിലും എത്താൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അവിടെ എത്തുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മമാകുന്നു എന്ന് എത്തുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പായ അതീന്ദ്രിയ ജ്ഞാനമായ ഈ ബ്രഹ്മം, ഞാനെന്ന് പറയുന്ന ബ്രഹ്മം യഥാർത്ഥ പരമാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ ഒരു അംശമാണ് എന്ന് തിരിച്ചറിയുക. അതാണ് ഭഗവത്ഗീതയില് 15ാം അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മമേവാംശ ജീവലോക ജീവഭൂത സനാതനാണ്. അതായത് ഈ ജീവജാലങ്ങളെല്ലാം എൻ്റെ അംശമാണ് എന്ന് ഭഗവാൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ പോലെ നമുക്ക് കയ്യും കണ്ണും കാലും മൂക്കും ഒക്കെ ഉള്ളത്. ഭഗവാനും അതെല്ലാം ഉണ്ട്. പക്ഷെ ഭഗവാന്റെ ശരീരം ഈ ഭൗതികമല്ല, ഭഗവാന്റെ ശരീരം ആത്മീയമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ശരീരം ആത്മീയമായതുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരം അല്ലാത്തത്. അതുകൊണ്ടാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം അതീന്ദ്രിയമായിട്ടുള്ള ശരീരമാണ് ഭഗവാനുള്ളത്. അത് കാണാനുള്ള ഇന്ദ്രിയങ്ങൾ നമുക്കില്ല. നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കാണാനുള്ള കണ്ണും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ചെവിയും ഒക്കെ ഉള്ളൂ.
എന്നാൽ അതീന്ദ്രിയ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ വെച്ച് അർജുനന് ഒരു ദിവ്യ ചക്ഷുസ് കൊടുത്തത്. ആ ദിവ്യ ചക്ഷുസ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് അർജുനന് ഭഗവാന്റെ വിരാട രൂപം കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ സാധാരണ നമ്മളെ പോലുള്ള കണ്ണ് വെച്ചിട്ട് ആ വിരാട രൂപം കാണാൻ സാധിക്കില്ല. എന്നാൽ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ദിവ്യ ചക്ഷുസ് നൽകിയത്. അപ്രകാരം ഭഗവാന്റെ നാമജപത്തിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് അതീന്ദ്രിയ ധാമത്തിൽ എത്താൻ പറ്റും എന്ന സത്യമാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും, ഞാൻ പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. അതെ 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 ഇതിനെ കുറിച്ചൊക്കെ മാതാജി വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. കർമ്മകാണ്ഡ എന്താണ്, ജ്ഞാനകാണ്ഡ എന്താണ്, ഉപാസനകാണ്ഡ എന്താണ്, യോഗികള് അല്ലെ, യോഗി, ജ്ഞാനി, കർമ്മി, ഇതൊക്കെ എന്താണ്. അപ്പൊ എല്ലാത്തിനേക്കാൾ ഉപരിയാണ് ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ശരീരമല്ല അല്ലെ, ഭഗവത്ഗീതയില് പറയുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പഠിക്കുക. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ രീതിയിലാണ് നമുക്ക് യഥാർത്ഥ ലിബറേഷൻ, യഥാർത്ഥ മോക്ഷം നമുക്ക് ലഭിക്കുന്നത്. ബ്രഹ്മേരി, പരമാത്മേരി, ഭഗവാനിധി അല്ലെ, ഈ 3 കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു തന്നു അല്ലെ. ആരാണ് ഭഗവാൻ, ഇതൊക്കെ മാതാജി വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാതാജി പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ മാതാജി പറഞ്ഞുതരും. പ്ലീസ്. ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തോളൂ. എന്നിട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തിനെ പറ്റി വേണമെങ്കിലും ചോദിക്കാം. വേണമെങ്കിൽ ഔട്ട് ഓഫ് സിലബസും ചോദിച്ചോളൂ. കാരണം പുതിയ ആൾക്കാർക്ക് തടസ്സങ്ങള് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നമ്മള് കാരണം എല്ലാവരും ഭൗതികതയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതുപോലുള്ള വൈഷമാസ് വരുമ്പോ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു അത് നിങ്ങൾ എന്താ പറയാ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സമയം അതിനെപ്പറ്റി ഉപയോഗിക്കുക. അതെ. ഹരേ കൃഷ്ണ. ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. ഓ ഹരി പോലെ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അതെ അതെ. ഹരി പോലെ. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രഭു ചോദിക്കണം. പ്രഭു അതെ അതെ അതെ. അത് ഇപ്പൊ നമ്മള് ഈ ഭൗതിക ലോകത്ത് ഈ എന്താ കലിയുഗത്തില് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും അങ്ങനെ പാലിക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളൊരു സെക്യൂർഡ് പ്ലേസ്, വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വിജനമായിട്ട് ഇരുന്ന് ഭഗവാനിൽ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിച്ചാൽ മതി. അതിൽ ഈ ഭൗതികത ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. കാരണം അതീന്ദ്രിയ ശബ്ദമാണ് നമ്മൾ വൈബ്രേഷൻ, അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതിന് ഈ നിബന്ധനകളൊന്നും ബാധിക്കില്ല എന്നാ പറഞ്ഞത്. ഇത് അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാനാണ് ഈ നിബന്ധനകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ പ്രഭു. പിന്നെ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് അത്ര പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ ഭക്തന്മാരായിക്കോട്ടെ, കുറെ വർഷങ്ങളായവരായിക്കോട്ടെ, നമ്മുടെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധി വളരെ കുറവല്ലേ. നമ്മൾ കണ്ടാമിനേറ്റഡ് ആൾക്കാരാണ്. അതുകൊണ്ടാണ് പുൽപ്പായയിൽ ഇരുത്തി ക്ലാസ് കേൾപ്പിക്കുന്നത്. അത്രയും സമയമെങ്കിലും ആ അതീന്ദ്രിയ ജ്ഞാനം അവരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ പ്രഭു. അങ്ങനെ ഇട്ടിരുന്നാൽ വളരെ നല്ലതാണ്. ഒരു ചവിട്ടുമെത്തയെങ്കിലും ഇട്ടിട്ട് അതിന്റെ മീതെ കാല് വയ്ക്കുന്നത് നല്ലതായിരിക്കും.
ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. അങ്ങനെ ഇരുന്ന് ജപിക്കാനൊന്നും നേരം കിട്ടാറില്ല മാതാജി. ആ ഞാൻ പിന്നെ ഈ വീട്ടിൽ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അതെ അതെ, അതിലൊന്നും ഇഷ്യൂ ഇല്ല. അതാണ് ഈ മഹാമന്ത്രത്തിന്റെ പ്രത്യേകത. നമ്മൾ ഈ വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നാ പറയുക. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഇതിപ്പം വൈദിക ഗ്രന്ഥങ്ങളിൽ ആ ഉപാസന കാണ്ഡയിൽ പറഞ്ഞിരിക്കുന്ന അഷ്ടാംഗ യോഗയുടെ പ്രൊസീജിയറാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്തെന്ന് വെച്ചാല് നമ്മൾ ഈ ഭൗതിക ശരീരമേ അല്ല എന്നുള്ള ഒരു അറിവല്ലേ കിട്ടുക. നമ്മൾ ആത്മാവല്ലേ. ആ ആത്മാവ് ഭഗവാന്റെ അംശമല്ലേ, അതീന്ദ്രനായിട്ടുള്ള ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് യാതൊരു നിബന്ധനകളും ഇല്ല. നമ്മൾ ആത്മാവും തിരിച്ചറിഞ്ഞാൽ മതി. പരമാത്മാവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ അറിവുണ്ടെങ്കിൽ ഇതൊന്നും നിബന്ധനകൾ പ്രശ്നമേ അല്ല. ഹരി ബോൽ. ഹരേ താങ്ക് യു താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാം പ്രഭുപാദ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെ, ബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് ശരിക്കും ബ്രഹ്മാനന്ദ, അതായത് ഭഗവാനിൽ ലയിക്കുക എന്ന് തന്നെയല്ലേ അതിനർത്ഥം വരുന്നത്? തീർച്ചയായിട്ടും ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാല് ഭഗവാന്റെ കാന്തി പ്രകാശത്തിൽ ലയിക്കുക എന്നാണ്. ഭഗവാന്റെ നിർവചനം വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത് കോടി സൂര്യ സമപ്രഭ എന്നാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൂര്യന്മാരുടെ അത്രയും പ്രഭ ഉണ്ട് ഭഗവാന്റെ ശരീര കാന്തിക്ക്. ആ പ്രകാശത്തിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ് സായുജ്യം അടയുക, അല്ലെങ്കിൽ കൈവല്യ മോക്ഷം കിട്ടുക എന്നൊക്കെ ആ ബ്രഹ്മവാദികൾ ചിന്തിക്കുന്നത്. ആ ശരീരകാന്തിയിൽ ലയിച്ചാൽ പോലും അങ്ങ് അലിഞ്ഞു ചേരാൻ പറ്റില്ല. എപ്രകാരമാണോ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാലും പിന്നെയും ഉപ്പ് പരലുകൾ ബാക്കി ഉണ്ടാവുന്നത് പോലെ അവിടെ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം ഈ വ്യക്തി ജീവാത്മാക്കൾക്ക് വ്യക്തിയായിട്ടുള്ള പേഴ്സണൽ ഫോം ഉണ്ട്, നമുക്ക് വ്യക്തി രൂപമുണ്ട്. തിരിച്ച് ആ പരമാത്മാവിൽ അലിഞ്ഞങ്ങ് ഒട്ടിച്ചേരാൻ സാധിക്കില്ല. നമ്മൾ വ്യക്തിയായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ബാക്കി 5 മോക്ഷത്തെ പറ്റി ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഇത് സായുജ്യ മുക്തിയാണ് ഒന്നാമത്തത്. അത് കഴിഞ്ഞ് 4 മോക്ഷമുണ്ട്. സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സാർഷ്ടി. ഈ 4 മോക്ഷവുമാണ് ഭക്തന്മാർ ആഗ്രഹിക്കുക. കാരണം ഒരു ഭക്തന് എപ്പോഴും ഭഗവാന്റെ സേവ ചെയ്യാൻ ക്രിയേറ്റീവായിട്ട് ഇരിക്കാനേ സാധിക്കുള്ളൂ, നിഷ്ക്രിയനായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അതേസമയം ബ്രഹ്മവാദികള് ഈ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിഷ്ക്രിയനായിട്ട് ഇരിക്കുക എന്നർത്ഥം. അതായത് ഒരു റൂമിനകത്ത് നമ്മളെ അടച്ചു പൂട്ടി ഇട്ടിരുന്നാൽ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും? അതുപോലെ അവിടെ അടങ്ങിയിരിക്കേണ്ടി വരും. അങ്ങനെ ബ്രഹ്മവാദികള് സായുജ്യം അടയുന്നവര് കുറേ വർഷത്തോളം അങ്ങനെ നിഷ്ക്രിയനായിട്ട് ഇരുന്നിട്ട് ഒരു മഴയാലോ ഇടിമിന്നലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആ സോള് ഭൂമിയിൽ വന്ന് പതിക്കുകയും വില കൂടിയ രത്നങ്ങൾ, വൈഡൂര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചലിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ശക്തിയായിട്ട് മാറും. അത് ഭഗവാന്റെ കിരീടങ്ങളിലോ ആഭരണങ്ങളിലോ ഒക്കെ അണിയിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥത്തിൽ സായുജ്യം കിട്ടുക. അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അലിഞ്ഞങ്ങ് ചേരാൻ പറ്റില്ല. വെള്ളത്തിൽ പാല് ചേരുന്നത് പോലെ. എങ്കിൽ പോലും പാലും വെള്ളവും സെപ്പറേറ്റഡ് ആണ്, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പാലിൽ എത്ര വെള്ളം ചേർത്താലും വെള്ളത്തിൽ എത്ര പാല് ചേർത്താലും രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും. പക്ഷെ നമ്മുടെ ഭൗതികമായ കണ്ണ് വെച്ചിട്ട് അത് കാണാൻ പറ്റില്ല. എന്നാൽ സ്വാൻ എന്ന് പറയുന്ന ഒരു പക്ഷിക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അത് പാല് മാത്രം ഊറ്റി കുടിക്കും, എന്നിട്ട് വെള്ളം മാത്രം അവശേഷിക്കും. അതിന് ആ കഴിവുണ്ട്. അരയന്നം, സ്വാൻ. അത് തന്നെ സ്വാൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അരയന്നം അങ്ങനെയാണ് കുടിക്കുക. പാലും വെള്ളം കൂടെ കലർത്തി കൊടുത്താൽ പാല് മാത്രം അത് സക്ക് ചെയ്തെടുക്കും, വെള്ളം അവിടെ നിൽക്കും. അതിന്റെ അർത്ഥം എന്താ? പാലും വെള്ളവും തമ്മിൽ ചേരുന്നില്ല എന്നല്ലേ. അതുപോലെയാണ് ഈ ബ്രഹ്മനിൽ അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞാൽ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും, ബ്രഹ്മനിൽ ചേർന്ന് നിൽക്കാൻ പറ്റില്ല. എന്നാൽ അവിടെ എത്തുകയും ചെയ്യും. അതാണ്. അതെ അതെ. ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയാണ്, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ ഒരുപാട് രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പറയും എന്റെ മനസ്സും എന്റെ ശരീരം മാത്രം നന്നായാൽ മതി, ഭഗവാനത് നന്നായിട്ട് അറിയാം. പക്ഷെ അവരാരും അറിയുന്നില്ലല്ലോ ഒരു ഗുരു മാത്രമാണ് ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. അതും ഗുരുവിന്
അല്ലെങ്കിൽ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചിട്ടോ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. ഇല്ല. കാരണം നമ്മളുടെ പത്രം പോലും നമുക്കറിയാത്ത ഒരു കാര്യമാണ്. പിന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഒന്നും അറിയാതെ ഭഗവാനെ എന്നെ അറിയാന്ന് പറയുമ്പോ, അല്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ ജന്മം ഭഗവാൻ തന്നത്, എങ്ങനെ ജീവിക്കാനില്ലേ എന്ന് പറയുമ്പോ ശരിക്കും ായിട്ടുള്ള ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നില്ലേ? അറിയാം. ഒരാള് ഈ ഒരു ഗ്രൂപ്പില് വന്ന് ആള് സ്ഥിരമായിട്ട് ഇറങ്ങി നിന്ന് ഈ ഒരു ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭഗവാന്റെ ഒരു മൂല്യായിരിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാ ആത്മാക്കളും, എല്ലാ ജീവാത്മാക്കളും എൻ്റെ അംശമാണ്, എല്ലാം എൻ്റെ മക്കളാണ്. അഹം ബീജ പ്രദാപിത എന്ന ഭഗവാൻ പറയണത്. എല്ലാ ബീജങ്ങളും ഞാൻ തന്നെയാണ് പ്രദാനം ചെയ്തതെന്ന്. അപ്പൊ നമ്മുടെ എല്ലാം ഉത്തരവാദി ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആകുന്നതിന് കാരണം, അല്ലെങ്കിൽ ഭക്തി ഉണ്ട് പക്ഷെ ഇത് തിരിച്ചറിയുന്നില്ല, ചിലർക്ക് ഇത് തിരിച്ചറിയാം എന്നാലും ഒട്ട് ഭക്തി ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ ഡിഫറെന്റ് വെറൈറ്റിയിൽ ആവാൻ കാരണം നമ്മുടെ പ്രീവിയസ് കർമ്മമാണ്. അപ്പൊ മുജ്ജന്മ സുകൃതി ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഭഗവാനെ തിരിച്ചറിയാനും അങ്ങനെ ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഭക്തന്മാരെല്ലാം അവർക്ക് എങ്ങനെയോ ഒരു അജ്ഞാത സുകൃതിയിലൂടെ അവർ ഭക്തന്മാരാവുകയാണ്. നെക്സ്റ്റ് ലൈഫിൽ അവർക്ക് ഇങ്ങനെ ഒരു വൈഷ്ണവനാകാനുള്ള ഭാഗ്യം ഭഗവാൻ കൊടുക്കും. ഗുരു ത്രൂ അവർക്ക് കൃഷ്ണാബോധം കിട്ടാനുള്ള ചാൻസ് കൊടുക്കും. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. കാരണം ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൽ പോയാലും എന്തുമാത്രം ഭക്തന്മാരാണ് വന്ന് കിടക്കുന്നത്. അവരെല്ലാം ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ കൃഷ്ണാബോധം സിദ്ധിച്ചിട്ടില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടുമ്പോൾ അവർക്കും അത് സിദ്ധിക്കും. അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയത് നമ്മുടെ മാത്രം ഭാഗ്യം കൊണ്ടല്ല, നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററിന്റെ കൃപ കൊണ്ടാണ്. ഗുരുവിന്റെ കൃഷ്ണന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷ്ണാവബോധത്തിൽ മുന്നേറാനും സാധിക്കുകയുള്ളൂ. അതാണ്, കൃഷ്ണന്റെ കൃപ ഉണ്ടെങ്കിൽ ഗുരുവിനെ കിട്ടും, ഗുരുവിന്റെ കൃപ ഉണ്ടെങ്കിൽ കൃഷ്ണനെ കിട്ടും. അങ്ങനെയാണ്. അത് ഒരു വൈഷ്ണവന്റെ അസോസിയേഷനിലൂടെയും ഇതുപോലെ സാധു സംഘത്തിലൂടെയും മാത്രമേ ഈ കൃഷ്ണാബോധം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ അറിയാലോ, നമുക്ക് വേറെ ഒരിടത്തുനിന്നും ഇത് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ വൈഷ്ണവരുടെ കൂടെ ചേർന്നപ്പോഴാണ്, ശൈവ മാതാജിയുടെ കൃപ കൊണ്ടാണ് നമ്മൾക്ക് ഇത് കുറച്ചൊക്കെ അറിയാനുള്ള കൃപ ഉണ്ടായത്, ചാൻസ് കിട്ടിയത്. അതുപോലെ അവർക്കും എല്ലാവർക്കും കൃപ കിട്ടട്ടെ, എല്ലാവർക്കും അറിയാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഓരോ വൈഷ്ണവനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, യാരേ ദേക്കോ താരേ കഹോ കൃഷ്ണ ഉപദേശം എന്ന്. ആരെ കണ്ടാലും കൃഷ്ണനെ പറ്റി പറയാൻ. ആർക്കാണ് അത് കൊള്ളണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആരെ കണ്ടാലും പറയാൻ. കൊള്ളേണ്ടവർക്ക് അത് കിട്ടുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവും. അല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കുടം കമഴ്ത്തി വെച്ച് അതിൻ്റെ മീതെ വെള്ളം ഒഴിക്കണ പോലെ ആവുമെന്ന്. അങ്ങനെയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ മാതാജി? അതെ അതെ, ഈ വൈഷ്ണവ പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാവരും സാധുക്കളാണ് മാതാജി. ശരിക്കും അങ്ങനെ ഞാൻ സാധു ആണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഹംബിൾനെസ് വരും. അപ്പോൾ ഒരു സാധു എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധം സിദ്ധിച്ച ഒരാൾ. ഒരു മാലയെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധുവായിട്ട് കണക്കാക്കണം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇപ്പൊ വൈഷ്ണവരെല്ലാവരും സാധുക്കളാണ്. അതെ, സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നും അർത്ഥമുണ്ട്. സാൻസ്ക്രിറ്റ് വേർഡാണ് സാധു എന്ന് പറയുന്നത്. അതിന് സന്യാസി അർത്ഥമുണ്ട്. അതെ, അത് തന്നെ, അത് തന്നെ, ആ സാധു തന്നെയാണ് ശരിക്കും. ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അധർമ്മികളെ ഇല്ലാതാക്കാനുമാണ് ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നത്. പരിത്രാണായ സാധുന, ആ സാധു തന്നെയാണ് വൈഷ്ണവര്, ഭക്തന്മാര്, ഭഗവാന്റെ ഭക്തന്മാര് എന്നുവെച്ചാല്. അതെ, പിന്നെ അവര് സ്വർഗത്തില് ചെയ്യുന്ന ആളുകള് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നവർ. അതെ, അവരെ ജ്ഞാനികൾ എന്ന് പറയും. അതെ, അവർക്ക് കൈവല്യ മോക്ഷം കിട്ടും. പ്രകാശം, ദൈവം കാണുക, ആ പ്രകാശത്തിന് അലിഞ്ഞു ചേർന്നവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു എന്നവർ വിശ്വസിക്കും. അതെ, ഒരു ഉപാസനഘട്ടങ്ങൾ അഷ്ടാംഗയോഗ പോലെ അവർ ആ സമാധി പൊസിഷനിൽ എത്തുമ്പോൾ
ദൈവത്തിനെ കാണാൻ പറ്റും എന്നവര് വിശ്വസിക്കുന്നത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കില്ല മാതാജി. എല്ലാവരിലും കുടികൊള്ളുന്ന ഈശ്വരീയ ചൈതന്യത്തെ തിരിച്ചറിയും. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മിന്നേ എത്തുള്ളൂ. ഭഗവാനെ കാണാൻ പറ്റില്ല. അത് ഭക്തന്മാർക്ക് മാത്രം, ഭക്തിയോഗികൾക്ക് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. ശരിക്കും പരമാത്മ രൂപത്തില് ഭഗവാൻ കണ്ണു മുന്നേ വന്നു നിന്നാൽ യോഗി വിശ്വസിക്കില്ല. ഇല്ല ഇല്ല, ഇതല്ല എന്ന് പറയും. അതാണ് യോഗികൾ. അതെ അതെ, പുരുഷാർത്ഥം. അതെ അതെ, പഞ്ചമ പുരുഷാർത്ഥം, അഞ്ചാമത്തെ പുരുഷാർത്ഥം എന്ന് പറയും. പഞ്ചമ പുരുഷാർത്ഥത്തില് ധർമ്മ മോക്ഷ രണ്ട് വഴിയേ ഉള്ളൂ. ധർമ്മം പാലിച്ചാൽ മോക്ഷം കിട്ടും. ആ മോക്ഷം എന്ന് പറഞ്ഞത് ഭൗതിക ലോകത്തല്ല, അതീന്ദ്രിയ മോക്ഷം. ഇല്ല. അതെ അതെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു. നല്ല പോയിന്റ്സ് എല്ലാം മാതാജി പറഞ്ഞു. ഇനി ഒരു പ്രഭു പറയാൻ പോയി. പ്രഭു എന്താ പറയാൻ പോയേ പ്രഭു? ഹരേ കൃഷ്ണ. പ്രഭു പറയുന്നുണ്ടോ? അത് പ്രകൃതി, പ്രകൃതി, ഭൗതിക പ്രകൃതി. ഭഗവത്ഗീത, ഭഗവത്ഗീതയിൽ ഈ 5 കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അതെ, ഭഗവത്ഗീത ഈ 5 കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരും. ഭാഗവതം 10 കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിച്ചു തരുന്നത്. 10 സബ്ജക്റ്റ് ഉണ്ട് ഭാഗവതത്തില്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണ മൂതയ മന്വന്തര ഈശാന കഥയോ നിരതോ മുക്തിർ ആശ്രയ. ഇങ്ങനെയുള്ള 10 കാര്യങ്ങളാണ് ഭാഗവതത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹരിപോലെ. ഹരേ കൃഷ്ണ. ഞാൻ ക്വിറ്റ് ചെയ്യട്ടെ മാതാജി, വാഞ്ച പറയാം. ഹരിപോലെ. താങ്ക് യു, താങ്ക് യു. വൈഷ്ണവ നമോ നമ. अनंत कोटि वैष्णव वृंद की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, नित्याय गौर प्रेमानंदे हरि हरि. हरे कृष्ण. താങ്ക് യു, താങ്ക് യു. ഇത്രയും നല്ല വൈഷ്ണവരെ കൂടെ ഒരു അസോസിയേഷൻ തന്നതിന് താങ്ക് യു മാതാജി. ശൈബ മാതാജിക്ക് പ്രത്യേക താങ്ക് യു പറയുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു.